എന്നാണ് ഇതിൻ്റെ സ്റ്റേജ്. ഇതിന് കറക്റ്റ് പേര് മെമ്മറി കേസ് എന്നാണ്. ഇവിടെ ഞാൻ സഭാപ്രസംഗിയുടെ 10-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം വായിക്കും. ആ വായിക്കുന്ന 10 വാക്യത്തിൽ നിന്നായിരിക്കും ക്വിസ്. ഓർമ്മശക്തിയും ശ്രദ്ധിച്ചിരുന്നാലും ഉത്തരം പറയാൻ പറ്റും. ചത്തയിച്ച തൈലക്കാരന്റെ തൈലം നാർമാറാക്കുന്നു. അല്പഘോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. ജ്ഞാനിയുടെ ബുദ്ധി അവന്റെ വലത്ത് ഭാഗത്തും മൂടന്റെ ബുദ്ധി അവന്റെ ഇടത്തു ഭാഗത്തും ഇരിക്കുന്നു. ഘോഷൻ നടക്കുന്ന വഴിയിൽ അവന്റെ ബുദ്ധി ക്ഷയിച്ചു പോകുന്നു. താൻ ഘോഷൻ എന്ന് എല്ലാവർക്കും വെളിവാക്കുന്നു. അധിപതിയുടെ കോപം നിന്റെ നേരെ പോകുന്നുവെങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറരുത്. ശാന്തി മഹാപാതകങ്ങളെ ചെയ്യാതിരിക്കാൻ കാരണമാകും. അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റുപോലെ ഞാൻ സൂര്യന് കീഴെ ഒരു തിന്മ കണ്ടു. മൂഢന്മാർ ശ്രേഷ്ഠ പദവിയിൽ എത്തുകയും ധനവാന്മാർ താണ നിലയിൽ ഇരിക്കുകയും ചെയ്യുന്നത് തന്നെ. ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. കുഴി ഒഴിക്കുന്നവൻ അതിൽ വീഴും, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. കല്ല് വെട്ടുന്നവന് അതുകൊണ്ട് ദണ്ഡം തട്ടും, വിറക് കീറുന്നവന് അതിനാൽ ആപത്ത് വരും. ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായുതല തേക്കാതിരുന്നാൽ അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ജ്ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകും. മന്ത്രപ്രയോഗം ചെയ്യും മുമ്പേ സർപ്പം കടിച്ചാൽ മന്ത്രവാദിയെ പിടിച്ചിട്ട് ഉപകാരമില്ല. ജ്ഞാനിയുടെ വായിലെ വാക്ക് ലാവണ്യമുള്ളത്, മൂടന്റെ അതിനമോ അവനെ തന്നെ നശിപ്പിക്കും. ഒന്നാമത്തെ ചോദ്യം, തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നത് ചത്തയിച്ചാണ് കറക്റ്റ്. രണ്ടാമത്തെ ചോദ്യം, നടക്കുന്ന വഴി ബുദ്ധി ക്ഷയിച്ചു പോകുന്നത് ആർക്ക്? ഘോഷൻ. മഹാപാതകങ്ങളെ ചെയ്യാതിരിക്കാൻ കാരണമാകുന്നത് എന്ത്? മഹാപാതകങ്ങളെ ചെയ്യാതിരിക്കാൻ കാരണമാകുന്നത് എന്ത്? ശാന്തി. പാമ്പ് കടിക്കുന്നത് ആരെ? മതില് പൊളിക്കുന്നത്. ആരുടെ വായിലെ വാക്കിനാണ് ലാവണ്യമുള്ളത്? ജ്ഞാനിയുടെ. അടുത്ത കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നത് എന്ത്? കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നത് എന്ത്? ജ്ഞാനം. അടുത്ത ആരുടെ അതിരമാണ് അവിടെ തന്നെ നശിപ്പിക്കുന്നത്? മൂടന്റെ. ലാസ്റ്റ് ചോദ്യം, ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നത് എന്തിന്? ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നത് എന്തിന്? അല്പഘോഷത്വം.